ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിതാ നമ്മളൊരു ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കുന്ന. അപ്പോൾ അതിനായി 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നമ്മളിതാ ടൊമാറ്റോൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ, എല്ലാത്തിൻ്റെയും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചാണ് കെച്ചപ്പ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ 2 എടുത്തിട്ടുള്ളൂ. നമുക്ക് അധികം കെച്ചപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 ആയിട്ട് എടുക്കാം കേട്ടോ. ഞാനിത് റെഡിയായി വന്നപ്പോഴാണ് അറിഞ്ഞത് കുറച്ചുള്ളൂ എന്ന്. അപ്പോൾ നിങ്ങൾ കുറച്ച് അധികം ടൊമാറ്റോ എടുക്കാൻ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ആ ടൊമാറ്റോ ഇങ്ങനെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ, എന്നാൽ നമുക്കത് പെട്ടെന്ന് കുക്കായി കിട്ടത്തുള്ളൂ. ഇനി ഇത് നമ്മളൊരു പാത്രത്തിലോട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ 2 വെളുത്തുള്ളിയും ഒരു കുഞ്ഞു പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ ഇങ്ങനെ 2 ആയിട്ട് ആക്കിയതാട്ടോ, അങ്ങനെ 4 കാണുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കുക്കാക്കാം. ഒരു 20-15 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോൾ നല്ലോണം കുക്കായി കിട്ടും. അപ്പോൾ ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് ടൊമാറ്റോ എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഒന്ന് ചൂണ്ടാക്കി ഇതൊക്കെ നാക്കി ഇങ്ങനെ ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും പിന്നെ ഉപ്പും ഇട്ടെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ടെടുക്കണം കേട്ടോ. ഞാൻ അത്യാവശ്യം ഇത് കുറച്ചുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിനനുസരിച്ചാണ് പഞ്ചസാര ഇട്ടെടുത്തത്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വിനാഗിരിയും ഒഴിച്ചെടുക്കുന്നുണ്ട്. ഉപ്പും ഇട്ടെടുത്തു. ഉപ്പ് ഞാൻ പിന്നീട് കുറച്ചും കൂടെ ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കെച്ചപ്പ് അടിപൊളി റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞ്. കറക്റ്റ് ആ ഒരു കെച്ചപ്പിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ട്. ഒരു ചെറിയൊരു ടൊമാറ്റോ ടേസ്റ്റ് അതിലോട്ട് വരുന്നുണ്ട് എന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.